Hello everyone. In this part, we are going to see financial services, its meaning, concepts, and types. So first of all, നമുക്കറിയാം financial system can be classified under four heads. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബേസിക് ഫിനാൻഷ്യൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. We already knew it. Financial system consists of financial instruments, financial institutions, financial markets, as well as financial services. So financial instruments എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പൈസയായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതായത് പൈസ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പൈസ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ പൈസ കടമെടുക്കുന്ന സമയത്തോ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്സ് ആൻഡ് ഓൾ. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പൈസ ഓർ കൈൻഡ്സ് ഓഫ് മണി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്ലേസിനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് പാർട്ട് we are going to see what are financial services. Financial services are part of financial system that helps to get the required funds and also make sure that they are efficiently invested. അതായത് ഫണ്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടും അഥവാ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല കൈൻഡ്സ് ഓഫ് സർവീസസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. നമ്മൾ ഫണ്ട്സ് സേവേഴ്സിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന മെക്കാനിസംസ് നമുക്കറിയാം. പല തരത്തിലുള്ള സർവീസസ് ആർ അവൈലബിൾ ഇൻ ദ ഇക്കോണമി. ടീച്ചിങ് ഒരു സർവീസാണ്, പിന്നെ ഹോട്ടൽ ഒരു സർവീസാണ്. അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ പൈസയുടെ ഇടപാടുള്ള സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പല കൈൻഡ് ഓഫ് സർവീസസിനെയാണ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. It can be classified into two heads: fund-based services and fee-based services. As the name indicates, fee-based services are done to gain fees. അതായത് നമുക്ക് ആ സർവീസ് ഒരാൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ തിരിച്ച് ഒരു കൈൻഡ് ഓഫ് ഫീസ് അവിടെ കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഫീ ബേസ്ഡ് സർവീസസ് എന്ന് പറയുന്നത്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏൺ ഇൻകം ബൈ പ്രൊവൈഡിങ് സർവീസസ് ഓർ അഡ്വൈസ്. നമ്മൾ കുറച്ച് ഉപദേശം കൊടുക്കും, ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു 10 ലക്ഷം രൂപയുണ്ട്, ആ 10 ലക്ഷം രൂപ ഇന്ന സ്ഥലത്ത് ഇടുന്നതായിരിക്കും നല്ലത്. അങ്ങനത്തെ ഉപദേശങ്ങൾ നമുക്ക് ആര് തരും? ഈ ഫീ ബേസ്ഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ തരും. നമ്മൾ അവർക്ക് തിരിച്ചെന്ത് കൊടുക്കണം? ഫീസ് അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ ചെറിയ ചാർജസ് നമുക്ക് അവർക്ക് തിരിച്ച് കൊടുക്കേണ്ടി വരും. ദേ ഡു നോട്ട് ഇൻവോൾവ് യൂസ് ഓഫ് ഓൺ ഫണ്ട്സ്. അവര് നമുക്ക് ഉപദേശങ്ങളോ അല്ലെങ്കിൽ വേറെ കൈൻഡ്സ് ഓഫ് സർവീസ് ആണ് തരുന്നത്. പൈസയല്ല അവർ തരുന്നത്, കൈൻഡ് ഓഫ് അഡ്വൈസ് ഓർ സച്ച് സർവീസസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അവർ തരുന്ന സർവീസസ് നമ്മൾ എന്താണ് റിട്ടേൺ ആയി കൊടുക്കേണ്ടത്? ഫീസ്, കമ്മീഷൻ ഓർ ചാർജസ്. എക്സാമ്പിൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ നമ്മൾ വി ഓൾറെഡി നോ വാട്ട് ഇസ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗിലൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ റേറ്റ് ചെയ്യാൻ, അതായത് അയാളുടെ ക്രെഡിറ്റ് കപ്പാസിറ്റി, പണം തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റീനെ അനുസരിച്ച് നമ്മൾ റേറ്റ് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. അവരവിടെ ഡയറക്ട്ലി ഈ ക്രെഡിറ്റ് റേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ നമുക്ക് പൈസ തരുമോ, പൈസയായിട്ട് ഡീൽ ചെയ്യുകയോ ഇല്ല, അവർ നമ്മൾ റേറ്റ് ചെയ്യും. ഇനി പോർട്ട്ഫോളിയോ മാനേജ്മെന്റിലാണെങ്കിലും നമ്മുടെ ഫണ്ട്സ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള സർവീസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അല്ലാതെ പൈസയോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് അസറ്റ്സോ അല്ല അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇൻ ഫണ്ട് ബേസ്ഡ് സർവീസസ് ദേ ആർ യൂസ് ടു ഗെയിൻ അസറ്റ്സ്. എന്തെങ്കിലും കൈൻഡ് ഓഫ് അസറ്റ്സ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കാശാവാം അല്ലെങ്കിൽ അത് കാറാവാം, മെഷീൻസ് ആവാം, എന്തെങ്കിലും കൈൻഡ് ഓഫ് അസറ്റ്സ് ഗെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സർവീസാണ് ഫണ്ട് ബേസ്ഡ് സർവീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ലീസിങ്, ഹയർ പർച്ചേസ് എക്സെട്ര. ലീസിങ്ങിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് വേണമെങ്കിൽ ഒരു ഭൂമി ലീസ് ചെയ്യാം, ഒരു ലാൻഡ് ലീസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പേസ് നമുക്ക് ലീസ് ചെയ്യാം, ഒരു കാർ നമുക്ക് വേണമെങ്കിൽ ലീസിന് എടുക്കാം. ഹയർ പർച്ചേസിലാണെങ്കിലും വി ഹവ് ഓൾറെഡി ലേൺ ഹയർ പർച്ചേസിൽ നമുക്ക് അവിടെ എന്തുണ്ട്? അവിടെ ഒരു കൈൻഡ് ഓഫ് അസറ്റ് വാങ്ങുമ്പോഴാണ് അവിടെ ഹയർ പർച്ചേസ് സിസ്റ്റം നടക്കുന്നത്. സോ ഇവിടെ ഇൻ ഫണ്ട് ബേസ്ഡ് സർവീസസ് ദേ ആർ യൂസ് ടു ഗെയിൻ അസറ്റ്സ്. അവിടെ ആക്ച്വൽ ഇൻവോൾവ്മെന്റ് ഓഫ് ഫണ്ട്സ് അവിടെ നടക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഒന്നെങ്കിൽ പൈസ സഹായിക്കും, അല്ലെങ്കിൽ അസറ്റ്സോ കാര്യങ്ങളോ തന്നിട്ട് അവർ നമുക്ക് സഹായിക്കും.
Okay, the institution invest or lend its own funds and earn income. അവരുടെ പൈസ അല്ലെങ്കിൽ അസറ്റോ തന്നിട്ട് അവരതിലൂടെ ആ പ്രോഫിറ്റിലൂടെയോ ആ ഇൻട്രസ്റ്റിലൂടെയോ അവരെന്ത് ചെയ്യും, ഇൻകം ഏൺ ചെയ്യും. സോ ഇൻ ഫണ്ട് ബേസ്ഡ് സർവീസസ് ഇവിടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് അത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻകം ആയിട്ട് വരുന്നത്. ഇവിടെ അവിടെ റിട്ടേൺ ആയിട്ട് വരുന്നത് ഫീസ്, കമ്മീഷൻ ഓർ ചാർജസ്. ഇവിടുത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇറ്റ് ഇസ് യൂസ് ടു ഗെയിൻ അസറ്റ്സ്. ഇവിടെ ഒരു തരത്തിലുള്ള അസറ്റ്, അത് കാശാവാം, കാറാവാം, ബസ്സാവാം, എന്ത് തരത്തിലുള്ള അസറ്റും വാങ്ങിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഫണ്ട് ബേസ്ഡ് സർവീസസ്. ഫീ ബേസ്ഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യും, കൈൻഡ് ഓഫ് അഡ്വൈസോ അങ്ങനത്തെ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യും. അവിടെ അസറ്റും കാര്യങ്ങളോ പൈസയോ ഒന്നും അവിടെ ഇൻവോൾവ് അല്ല. So this is the main classification of financial services. And according to the syllabus, fund-based services includes venture capital, hire purchase, factoring, capital restructuring, bill discounting, mutual fund, underwriting, leasing, and merchant banking. Fee-based services involve credit rating and portfolio management. ഒരുപാട് കൈൻഡ് ഓഫ് ഫീ ബേസ്ഡ് ആൻഡ് ഫണ്ട് ബേസ്ഡ് സർവീസസ് ഉണ്ട്. ദിസ് ഇസ് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദ syllabus. Syllabus എന്ന് പറഞ്ഞ ഫീ ബേസ്ഡ് സർവീസസ് ആൻഡ് ഫണ്ട് ബേസ്ഡ് സർവീസസ് ഇനി വരുന്ന പാർട്ടിൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയി നോക്കും. സോ ഇൻ ദിസ് പാർട്ട് ഫോർ ദ ടൈം ബീങ് വി ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ആർ ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ.